വേറെ കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഇത്തവണത്തെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നില്ലേ ബാബുസ്വാമി വന്നില്ലേ? ബാബുസ്വാമി വരണം. അതായത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ സംഗതികളൊക്കെ സാധാരണഗതിയിൽ കലോത്സവത്തിൽ വേദിയിൽ എത്താറുണ്ട്. മിമിക്രി ആയിട്ടോ മൊണക്ട് ആയിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബാബുസ്വാമി. ഇതിനിടയിൽ നമ്മളൊരു വലിയ ദൗത്യം വേറൊരാളെ ഏൽപ്പിച്ചിരുന്നു. മീനവിയൽ എന്തായോ എന്ന് നോക്കാം. പൂർത്തിയായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. നമ്മൾ റംസാൻ അതിമനോഹരമായി ഞങ്ങളെ കാരിക്കേച്ചർ ചെയ്തിട്ടുണ്ട്. ജിൽസിക്ക് കൃത്യം പ്രായത്തിൽ തോന്നിക്കുന്നുണ്ട് 48 കൃത്യം. 55. അപ്പോ ഇതാ മനോഹരമായ റംസാൻ. അപ്പം മിനിറ്റ് എന്ന് വെച്ചാൽ റംസാൻ ഇപ്പൊ നമ്മൾ ഇതങ്ങനെ കണ്ടു നോക്കി അതാ വരച്ചിരിക്കുന്നു. ഇത് എത്ര സമയം കൊണ്ടാ വരച്ചത് റംസാൻ? 5 മിനിറ്റ് 10 മിനിറ്റ്. നമുക്ക് അവിടെ മത്സരം എത്ര സമയം? 2 മണിക്കൂർ. 2 മണിക്കൂർ. ഒരു നിശ്ചിത വിഷയം തരാണോ ചെയ്യാം അല്ലേ? അപ്പോ അതിന്റെ റിസൾട്ട് വന്നോ? ഇല്ല. വെയിറ്റിംഗ് ആണ്, ഈഗർ വെയിറ്റിംഗ് ആണ്. എ ഗ്രേഡ് ഉറപ്പല്ലേ? എ ഗ്രേഡ് ഉറപ്പാണെന്ന് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നി. കാരണം പ്രായം പോലും കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റിയിരിക്കുന്നു. എ ഗ്രേഡ് ഉറപ്പാ. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ വരച്ചു തീർക്കാൻ പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യോ മനസ്സിലേക്ക് ആളുകളെ? കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യും, അതിന് ശേഷം വരയ്ക്കും. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു റിസൾട്ട്. അതായത് എ ഗ്രേഡ് കുറഞ്ഞ ഒന്നും ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു കലാകാരിയായി മാറാൻ കഴിയട്ടെ. നല്ല പേരാണ്, ഭംഗിയുള്ള പേരാണ് റംസാൻ അല്ലേ? സന്തോഷം. താങ്ക് യു. ഉമ്മയൊക്കെ ഉണ്ടോ കൂടെ? എല്ലാവരും ഉണ്ടാവും. ഇനി ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? കൺഗ്രാറ്റ്സ് റംസാൻ ഒരിക്കൽ കൂടി. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് എന്നെയും കൂടെ മഹേഷ് പോലൂരിന് പടം സമ്മാനിച്ചിരിക്കുന്നു. മഹേഷ് പോലൂർ ആ പടം സമ്മാനിച്ചു. വീട്ടിൽ ചില്ലിട്ട് വെക്കണം.